എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിലൊരു രസമാണ്. ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇടുക. ഉലുവ മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് 10 ചെറിയ ഉള്ളി ചതച്ചത്, 1 ഇഞ്ച് ഇഞ്ചി ചതച്ചത്, 8 വെളുത്തുള്ളി അല്ലി ചതച്ചത്, ഇതെല്ലാം കൂടെ എണ്ണയിലേക്ക് ഇടുക. അതിലേക്ക് 4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് മൂപ്പിക്കുക. ഇത് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് മസാലയുടെ പച്ചമണം മാറുന്നവരെ 1 മിനിറ്റ് വഴറ്റുക. അതിലേക്ക് 1 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി 1 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞത് നന്നായിട്ട് അരിച്ച് ഒഴിക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിക്കുക. ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് 1 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച ശേഷം വീണ്ടും തീ ലോ ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് വേവിക്കുക. അതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കുക. ഇത് 1 മിനിറ്റ് വീണ്ടും തിളപ്പിക്കുക. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.